വെൽക്കം ടു PSC ജേണി. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന് പറയുന്ന ഒരു മെയിൻ ടോപ്പിക് ഉണ്ട് പുതിയ നമ്മുടെ LDC സിലബസിൽ. അപ്പോൾ അത് പഴയ റാങ്ക് ഫയലിലൊന്നും ഇല്ല. അപ്പോൾ പുതിയ റാങ്ക് ഫയലിലാണ് അതുള്ളത്. അപ്പോൾ പുതിയ റാങ്ക് ഫയൽ ഇല്ലാത്ത ഒരുപാട് പേരുണ്ടായിരിക്കും, വാങ്ങാൻ പറ്റാത്തവരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടി ഈ ഒരു പോർഷൻ, റാങ്ക് ഫയലിലെ പോർഷൻ ഒരു ക്ലാസ് പോലെ കുറച്ച് പാർട്ടുകളായിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഒറ്റ വീഡിയോയിൽ തീരുന്ന ഒരു പോർഷൻ അല്ല അത്. അതുകൊണ്ട് ഒരു 2-3 പാർട്ടുകളായിട്ട് നമുക്കതൊന്നും എടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യത്തെ പാർട്ടിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇന്ത്യൻ സിവിൽ സർവീസിനെ കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പം ഞാനിവിടെ ഒരു ക്ലാസ് പോലെയൊന്നും ബോർഡ് വെച്ചിട്ടൊന്നുമല്ല എടുക്കുന്നത്. ഞാൻ ജസ്റ്റ് പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്കും അത് പറഞ്ഞു തരുന്നു എന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ക്ലാസ് എടുത്ത് പരിചയമൊന്നുമില്ല, അതുകൊണ്ട് ഇങ്ങനെയാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് പറ്റുമെങ്കിൽ നിങ്ങളത് ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ പറയാം കേട്ടോ. നിങ്ങൾക്കത് താല്പര്യമില്ലെങ്കിലും പറയണം. അപ്പോൾ നമുക്ക് ഇന്ത്യൻ സിവിൽ സർവീസിനെ കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങളൊന്ന് നോക്കാം. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ടതാണ് ഇന്ത്യൻ സിവിൽ സർവീസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഇന്ത്യൻ സിവിൽ സർവീസ്? എന്താണ്? കേന്ദ്ര ഗവൺമെൻറ്റും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റും രണ്ടിൻ്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും, അതുപോലെ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും, വിവിധ പൊതുമേഖലയിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥരും, അതുപോലെ കേന്ദ്രവും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള എല്ലാ ഉദ്യോഗസ്ഥരും ചേർന്ന് അറിയപ്പെടുന്നതാണ് ഇന്ത്യൻ സിവിൽ സർവീസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ഏകീകൃത സിവിൽ സർവീസ് സ്ഥാപിച്ച ഗവർണർ ജനറൽ എന്ന് പറയുന്നത് കോൺവാലിസ് പ്രഭുവാണ്. നമ്മൾ ഗവർണർ ജനറൽമാർ പഠിക്കുമ്പോൾ ആ ഒരു ഭാഗത്ത് കണ്ടിട്ടുണ്ടായിരിക്കും. ഇന്ത്യയിൽ ഏകീകൃത സിവിൽ സർവീസ് സ്ഥാപിച്ച ഗവർണർ ജനറൽ ആരാണ്? കോൺവാലിസ് പ്രഭുവാണ് ഇന്ത്യയിലെ ഏകീകൃത സിവിൽ സർവീസ് സ്ഥാപിച്ച ഗവർണർ ജനറൽ. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കോൺവാലിസ് പ്രഭു തന്നെയാണ്. അപ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന കോൺവാലിസ് പ്രഭു തന്നെയാണ് ഇന്ത്യയിൽ ഏകീകൃത സിവിൽ സർവീസ് സ്ഥാപിച്ച ഗവർണർ ജനറൽ. ഇന്ത്യൻ സിവിൽ സർവീസ് ആക്ട് പാസ്സായ ഇയർ ഏതാണെന്ന് ചോദിച്ചാൽ 1861 ഇന്ത്യൻ സിവിൽ സർവീസ് ആക്ട് പാസ്സായ വർഷം. ഇന്ത്യൻ സിവിൽ സർവീസ് ആക്ട് പാസ്സായ വർഷം എന്ന് പറയുന്നത് 1861. ഓക്കെ, ഇനി ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ സ്റ്റീൽ ഫ്രെയിം ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഇന്ത്യൻ സിവിൽ സർവീസിനെ സ്റ്റീൽ ഫ്രെയിം ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിച്ചത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തി തന്നെയാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യാം. സ്റ്റീൽ ഫ്രെയിം ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിച്ചതും എന്താണ്? ഉരുക്ക് തന്നെയാണല്ലോ, ഉരുക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ സ്റ്റീൽ ഫ്രെയിം ഓഫ് ഇന്ത്യ എന്ന് കണ്ട് അങ്ങനെ വിശേഷിപ്പിച്ചത് ആരെയാണ്? ഇന്ത്യൻ സിവിൽ സർവീസിനെ സർദാർ വല്ലഭായ് പട്ടേലാണ്. ഓൾ ഇന്ത്യ സിവിൽ സർവീസിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ സർദാർ വല്ലഭായ് പട്ടേലാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെട്ടത് ആരാന്ന് പറഞ്ഞു? കോൺവാലിസ് പ്രഭുവാണ്. ഓൾ ഇന്ത്യ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അത് സർദാർ വല്ലഭായ് പട്ടേലാണ്. അപ്പോൾ അത് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താണ്? ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവാണ്, ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവാണ് കോൺവാലിസ് പ്രഭു. ഓൾ ഇന്ത്യ സർവീസിന്റെ പിതാവാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ നമുക്കപ്പോൾ നമ്മൾ പറഞ്ഞു ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ നമുക്ക് 3ആയിട്ട് മെയിനായിട്ട് തരംതിരിക്കാം. എങ്ങനെയൊക്കെയാണ്? അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്. അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ് എന്നിങ്ങനെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. അപ്പോൾ കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥർ, അപ്പോൾ സംസ്ഥാനം ഒഴിച്ചിട്ടുള്ളതാണ് ബാക്കി 2 അഖിലേന്ത്യവും കേന്ദ്രവും. അങ്ങനെ ഓർത്ത് വെക്കുക കേട്ടോ. ഒന്ന് അഖിലേന്ത്യ, ഒന്ന് അഖിലമായിട്ടുള്ള എന്താണ് മൊത്തത്തിലുള്ള ഇന്ത്യ എന്ന് ആലോചിക്കുക. പിന്നെ ഒന്ന് കേന്ദ്ര സർവീസുമാണ്. ഓക്കെ, അപ്പോൾ ഈ കേന്ദ്രവും അഖിലേന്ത്യവും എന്ന് പറയുന്നത് എന്താണ്? അതിലേക്കുള്ള ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. UPSC ഉണ്ടല്ലോ, UPSC എക്സാം അല്ലെങ്കിൽ UPSC കമ്മീഷനാണ് അതിലേക്കുള്ള ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത്. സംസ്ഥാന സർവീസ് നമുക്കറിയാം, അത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിനെ മാറ്റി നിർത്തിയാൽ ബാക്കി 2 എന്താണ്? UPSC അല്ലേ. സംസ്ഥാനം ആണെങ്കിൽ എന്താണ്? PSC ആണ് നമുക്കറിയാം. അപ്പം
UPSCയുടെ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് ഈ മൂന്ന് വൃന്ദങ്ങൾ, ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ നമുക്കൊന്ന് കണക്ട് ചെയ്തിട്ടൊന്ന് പഠിക്കാം. അത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ അഖിലേന്ത്യാ സർവീസ് ഉണ്ട്, നമ്മൾ പറഞ്ഞു, അതായത് ഓൾ ഇന്ത്യ സിവിൽ സർവീസ് എന്ന് പറയും. കേന്ദ്ര സർവീസ് ഉണ്ട്, അതായത് സെൻട്രൽ സർവീസ് എന്ന് പറയും. സംസ്ഥാന സർവീസ് ഉണ്ട്, അതായത് സ്റ്റേറ്റ് സർവീസ് എന്ന് പറയും. അപ്പോൾ അഖിലേന്ത്യാ സർവീസ് എന്ന് പറയുന്നത് എന്താണ്? അഖിലേന്ത്യാ സർവീസും കേന്ദ്ര സർവീസും രണ്ടും എന്താണ്? ദേശീയ തലത്തിലുള്ളതാണെന്ന് നമുക്കറിയാം. അപ്പോൾ സംസ്ഥാന സർവീസ് എന്താണ്? അത് സംസ്ഥാന തലത്തിലുള്ളതാണ്. അപ്പോൾ സംസ്ഥാന സർവീസ് സംസ്ഥാന തലം, ബാക്കി രണ്ടെണ്ണം എന്താണ്? ദേശീയ തലത്തിലുള്ളതാണ്. ഇനി അഖിലേന്ത്യാ സർവീസ് എന്ന് പറഞ്ഞ എന്താണ്? കേന്ദ്ര സർവീസിലോ അഖിലേന്ത്യാ സർവീസിലൂടെ എടുക്കപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്താണ്? ആ ഒരു കമ്മീഷൻ യൂണിയൻ പബ്ലിക് UPSC വഴിയാണ് നിയമിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നിയമിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടല്ലോ, അതായത് അഖിലേന്ത്യാ UPSC വഴി നിയമിക്കുന്ന ആ ഒരു ഉദ്യോഗസ്ഥൻ ഒന്നുകിൽ കേന്ദ്ര സർവീസിലോ അല്ലെങ്കിൽ സംസ്ഥാന സർവീസിലോ നിയമിക്കും. ഇങ്ങനെ അഖിലേന്ത്യാ സർവീസ് വഴി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥനെ എന്താണ്? ഒന്നുകിൽ കേന്ദ്ര സർവീസിൽ അല്ലെങ്കിൽ സംസ്ഥാന സർവീസിലാണ് അവരെ നിയമിക്കപ്പെടുന്നത്. ഉദാഹരണമാണ് നമ്മുടെ IAS ഒക്കെ നമുക്കറിയാം. അത് കേന്ദ്ര സർവീസ് അല്ല കേട്ടോ. IAS എന്ന് പറയുന്നത് എന്താണ്? ഓൾ ഇന്ത്യ സർവീസ് ആണെന്ന് ഓർക്കുക. അഖിലേന്ത്യാ സർവീസാണ് IAS എന്ന് പറയുന്നത്. അപ്പോൾ IAS നമുക്കറിയാം എന്താണ്? കേന്ദ്രത്തിൽ മാത്രം നിയമിക്കുന്നതല്ല, സംസ്ഥാനങ്ങളിലും ഒക്കെ നിയമിക്കല്ലേ. സംസ്ഥാനങ്ങളിലാണ് ഓരോ ജില്ലയ്ക്ക് കളക്ടറൊക്കെ വെക്കുന്നത്. അപ്പോൾ അത് കേന്ദ്രത്തിൽ മാത്രമല്ല, സംസ്ഥാനത്തിലും കൂടിയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അഖിലേന്ത്യാ സർവീസിന് ഒരു എക്സാമ്പിളാണ് IAS. എന്താണ് കാരണം? അഖിലേന്ത്യാ സർവീസ് എന്ന് പറയുന്നത് അതിലെടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ഒന്നുകിൽ കേന്ദ്ര സർവീസിലോ അല്ലെങ്കിൽ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടും. ഉദാഹരണമാണ് IAS, IPS ഇതൊക്കെ വരുന്നത്. അതുപോലെ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, IAS, IPS, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, ഇതൊക്കെ എന്താണ്? അഖിലേന്ത്യാ സർവീസിൽ ഉൾപ്പെടുന്നതാണ്. ഇനി രണ്ടാമത്തെയാണ് കേന്ദ്ര സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ കേന്ദ്ര സർവീസ് നമ്മൾ പറഞ്ഞു നേരത്തെ പോലെ അഖിലേന്ത്യ പോലെ തന്നെ എന്താണ്? ദേശീയ തലത്തിൽ നിയമിക്കപ്പെടുന്നതാണ്. പക്ഷേ കേന്ദ്ര സർവീസിൽ വഴി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥൻ കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പിന് കീഴിലായിരിക്കും നിയമിക്കപ്പെടുക. എന്താണ്? കേന്ദ്ര സർവീസിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്താണ്? കേന്ദ്ര ഗവൺമെന്റിന്റെ ഭരണവകുപ്പുകൾ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പിന് കീഴിലായിരിക്കും അവരെ നിയമിക്കുക. പക്ഷെ അഖിലേന്ത്യ എന്താ പറഞ്ഞാൽ നമ്മൾ ഒന്നെങ്കിൽ കേന്ദ്രത്തിന് കീഴിലോ അല്ലെങ്കിൽ സംസ്ഥാനത്തിന് കീഴിലോ ഉള്ള ഏതെങ്കിലും ഒരു പോസ്റ്റിൽ അവരെ നിയമിക്കും. അഖിലേന്ത്യ ആണെങ്കിൽ അഖിലേന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അതൊന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി അല്ലേ. അഖിലേന്ത്യ എന്ന് വെച്ചാൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാമെന്ന് ആലോചിക്കാം. പക്ഷെ കേന്ദ്ര സർവീസ് എന്ന് പറയുമ്പോൾ കേന്ദ്രത്തിന് കീഴിലുള്ളതിന് മാത്രമേ അവിടെ പോസ്റ്റ് ചെയ്യുള്ളൂ എന്ന് ആലോചിക്കാം. ഓക്കെ. ഇനി സംസ്ഥാന സർവീസ് ആണെങ്കിൽ നമുക്കറിയാം എന്താണ്? സംസ്ഥാന ഗവൺമെന്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിലാണ് സംസ്ഥാന സർവീസ് നിയമിക്കുന്നത്. അപ്പോൾ കേന്ദ്ര സർവീസിന് എക്സാമ്പിൾ എന്താണ്? നമ്മൾ അഖിലേന്ത്യ ആണ് പറഞ്ഞു, IAS, IPS, ഫോറസ്റ്റ് സർവീസ് ഒക്കെ പറഞ്ഞു. അപ്പോൾ കേന്ദ്ര സർവീസ് എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിന് അധികാരമുള്ള ഭരണ വകുപ്പിന് കീഴിൽ അതിന് മാത്രം നിയമിക്കപ്പെടുന്നതാണ് കേന്ദ്ര സർവീസ്. അതിന് എക്സാമ്പിളാണ് നമ്മുടെ റെയിൽവേ എന്ന് പറയുന്നത് അല്ലേ. റെയിൽവേ ഒരിക്കലും സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലൊന്നുമല്ല, കേന്ദ്രത്തിൻ്റെ കീഴിലാണ് റെയിൽവേ. അതുപോലെ എന്താണ്? ഇന്ത്യൻ ഫോറിൻ സർവീസ്, അതുപോലെ ഡിഫൻസ് അക്കൗണ്ട്, ഇന്ത്യൻ ഡിഫൻസ് അക്കൗണ്ട് സർവീസ്, ഇതൊക്കെയാണ് കേന്ദ്ര സർവീസിന് എക്സാമ്പിളായിട്ട് വരുന്നത്. അപ്പോൾ സംസ്ഥാന സർവീസ് എന്താ പറയുന്നത്? നമ്മൾ സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നതാണ് സംസ്ഥാന സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിളാണ് സെയിൽസ് ടാക്സ് ഓഫീസർ, അതുപോലെ BDO ഉണ്ടല്ലോ, ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, അതെല്ലാം വരുന്നത് എന്താണ്? സംസ്ഥാന സർവീസിൻ്റെ കീഴിലാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ഈ ഒരു ചെറിയ ടോപ്പിക് എല്ലാവർക്കും കറക്റ്റായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ക്ലാസ്സിന് കിട്ടുന്ന റെസ്പോൺസ് അനുസരിച്ച് ഞാൻ ബാക്കി നമ്മളുടെ പഴയ റാങ്ക് ഫയൽ ഇല്ലാത്ത എന്നാൽ LDCയിൽ പുതിയ LDC സിലബസിൽ ഉൾപ്പെടുന്ന മെയിനായിട്ടുള്ള കുറച്ച് പോയിന്റ്സ് അല്ലെങ്കിൽ പോർഷൻസ് ഉണ്ട്. അത് ഈ പുതിയ റാങ്ക് ഫയലിലുണ്ട്. അപ്പോൾ ഞാനത് ഈ ഒരു വീഡിയോയ്ക്ക് കിട്ടുന്ന റെസ്പോൺസ് അനുസരിച്ച് ഞാൻ ബാക്കിയുള്ള വീഡിയോസും ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് താങ്ക് യു.